ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TJ's വ്ളോഗിലേക്ക് സ്വാഗതം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് AI ഉപയോഗിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ല സിനിമാറ്റിക് സ്റ്റൈലിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. The rain fell relentlessly on the city, turning the streets into glistening rivers reflecting the neon lights of the buildings. The air was thick with a sense of anticipation as thunder rumbled in the distance. On this particularly stormy night, a lone man walked briskly along the deserted sidewalk, his collar turned up against the cold raindrops that pelted down. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ പോലെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഒരു AI ടൂൾ ഉപയോഗിച്ച് പിക്സ്പേസ് എന്ന് പറയുന്ന AI ടൂളാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള AI ടൂളാണ്. നമുക്ക് 4K റെസൊല്യൂഷനിലാണ് നമുക്ക് വീഡിയോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ Gmail ഉപയോഗിച്ച് ജസ്റ്റ് നിങ്ങൾ സൈനപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് Gmail വെച്ച് സൈനപ്പ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇവിടെ എഡിറ്റിംഗ് പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതി എഡിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ടെസ്റ്റ് കൊടുക്കാം, നമുക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ടെസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും ഓപ്ഷനിലേക്ക് ആഡ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തരെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്ത നിങ്ങൾക്ക് വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ രീതി സ്വന്തമായിട്ട് എന്തെങ്കിലും മേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രോംപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനനുസരിച്ചുള്ള ഇമേജ് ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ പ്രോംപ്റ്റ് ഇവിടെ എന്താണ് അടിച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത ശേഷം നിങ്ങൾക്ക് എങ്ങനത്തെയാണോ കാർട്ടൂൺ വേണമെങ്കിൽ കാർട്ടൂണായിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ഞാനാണ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 4 സെക്കൻഡിൻ്റെ വീഡിയോ ആണ് നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണോ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ കണ്ടിന്യൂ വീഡിയോ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് 4 സെക്കൻഡ് അതിൻ്റെ വേറെ ഡയറക്ഷനിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ക്ലോസപ്പ് ഷോട്ടോ അല്ലെങ്കിൽ സജഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഷോട്ട് സിനിമാറ്റിക് സ്റ്റൈലിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടോ, ഇത് ഞാൻ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് എന്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് വേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ക്വാളിറ്റിയാണ്. പക്ഷേ 4 സെക്കൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിനൊക്കെ എപ്പോഴും ഒരു ലിമിറ്റേഷൻ കാണും. അപ്പോൾ അതുകൊണ്ടാണ് 4 സെക്കൻഡ്. പക്ഷേ 4 സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുവാണ്, അപ്പോൾ നിങ്ങൾക്കൊരു ഫൂട്ടേജ് വേണം. അപ്പോൾ ഒരു ഇന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന അതിനെക്കുറിച്ചൊരു ഫൂട്ടേജ് വേണം. പക്ഷേ നിങ്ങൾക്കതില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വേറെ സൈറ്റിൽ നിന്നൊക്കെ എടുത്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് പേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടത്തില്ല. കാരണം അത് നിങ്ങൾ യുണീക്കായിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റാണ്. അപ്പോൾ ആ പ്രോംപ്റ്റ് അനുസരിച്ചാണ് അവർ മേക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇതാണ് അതായത് നിങ്ങളെ പ്രോംപ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന ആ പ്രോംപ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനകത്ത് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡൗൺലോഡിനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് അവരുടെ വാട്ടർമാർക്ക് താഴെ കാണും. അത് നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ എന്നുള്ള ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അതുവഴി റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് ആ പിക്സവേഴ്സ് എന്നുള്ള അത് കട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്, ഡ്രാഗ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇമേജസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇമേജ് ഇട്ടിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഇപ്പുറത്ത് നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ ഇപ്പുറത്ത് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ഇമേജാണോ അത് നിങ്ങൾ ആഡ് ചെയ്യുക. ആ ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമേജ് ലോഡായി വരുന്നുണ്ട്. ഇമേജ് ജനറേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഇമേജ് ജസ്റ്റ് അവർ ഒരു ആനിമേഷൻ ചെറുതായിട്ടുള്ള ഒരു ആനിമേഷൻ അതിനകത്ത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജാണ്, അപ്പം യൂട്യൂബ് ഈ ഇമേജിനെക്കാളും കൂടുതൽ വീഡിയോ ആണല്ലോ അട്രാക്റ്റീവ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് അതിട്ട് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊരു മോഷൻ രീതിയിൽ അത് വരുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അത് ആനിമേറ്റ് രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ആനിമേറ്റ് രീതി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്